ഹലോ ഹായ്. അപ്പം കടമ വിയർത്ത് ഭയങ്കര ചൂടാണ് ഇവിടെ, ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റാതെ ചൂട്. അടക്കി ഇവിടെ നടക്കുക. ഹലോ ഹായ്. അപ്പോൾ ഈ നട്ടുച്ചയ്ക്ക് വെയിലത്ത് നമ്മൾ എവിടെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനൊരു എഴുത്തോല തപ്പി പോവാണ്. അത് കടമ്പനാട് നമുക്ക് അങ്ങാടിക്കടയിൽ പോകണം. അപ്പം ഞാൻ അവിടെ എത്തി. അവിടെ ഇരുന്ന് ഇതാണ് എഴുത്തോല, പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഒരു എഴുത്തോല ഇതല്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരെണ്ണം എടുത്തോളാം. ഞാൻ അങ്ങനെ നല്ല നീളമുള്ളത് നോക്കി ഒരെണ്ണം എടുത്തു. ഒരെണ്ണത്തിന് 5 രൂപയേ ഉള്ളൂ. ഒരെണ്ണേ ഞാൻ വാങ്ങിച്ചുള്ളൂ, ബാക്കി പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇറങ്ങിയപ്പോൾ ഞാൻ ബീഫ് കട കണ്ടു. എന്നാൽ ഇച്ചിരി ബീഫ് കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകാമല്ലോ എന്ന് കരുതി ഒരു 1/2 കിലോ ബീഫും കൂടെ വാങ്ങിച്ചു. പാവം പോത്ത്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഒരു ആൻറ്റിയുടെ കടയിൽ കയറി. പുള്ളിക്കാരി ഭയങ്കര കാര്യം പറച്ചിലായിരുന്നു. ഞാൻ ചീനി കണ്ടുകൊണ്ട് കയറിയതാണ്. പിന്നെ ചീനി വാങ്ങിച്ചു, മാങ്ങ വാങ്ങിച്ചു, കോവയ്ക്ക വാങ്ങിച്ചു. പുള്ളിക്കാരി ഭയങ്കര കാര്യമാണ്. ഒത്തിരി നേരം ഞങ്ങൾ കാര്യം പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, പക്ഷേ ഞങ്ങൾ ഭയങ്കര കാര്യമായിരുന്നു. അവസാനം ഡാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ബസ്സിനകത്ത് കയറി നേരെ ഇനി വീട്ടിലോട്ട്. ഇനി ഞാൻ സൂപ്പർ മാർക്കറ്റിലും കയറി, പക്ഷേ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഒറ്റയ്ക്കായി വരുന്നതുകൊണ്ട് എല്ലാം കൂടെ എനിക്ക് പാടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ വന്നു. ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.